എല്ലാവരും മുന്നിൽ വന്നിരിക്കണം. കുഞ്ഞു പിള്ളേരുടെ ഒരു ഗെയിമാണിത്. കുഞ്ഞു പിള്ളേരുടെ ഗെയിമാണ്. ഇതിപ്പോൾ ഞാനൊരു ബോക്സിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. 9 നമ്പേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അഭിനവ്, അഭിനന്ദ്, യശ്വിക, ഋത്വി, എല്ലാ കുഞ്ഞു പിള്ളേർക്കും. സിദ്ധു, തന്മയ. ഇല്ല മുതിർന്നവർക്കുള്ളതല്ല. തന്മയ എല്ലാ കുഞ്ഞു പിള്ളേർ മീൻസ് എല്ലാ കുട്ടികളും, ഗ്രാൻഡ് ചിൽഡ്രൻ. ആക്ടിവിറ്റി ഉണ്ടാവും. ആ ആക്ടിവിറ്റി കുഞ്ഞിന് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ആക്ടിവിറ്റിയാണ്. വളരെ സിമ്പിൾ ആക്ടിവിറ്റിയാണ്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ആക്ടിവിറ്റി. ഓക്കെ, മിഠായി കിട്ടും, അതിനോടൊപ്പം ഒരു കുഞ്ഞു ആക്ടിവിറ്റി ചെയ്യണം. അതാണ് ഫൺ ഗെയിം. ഓക്കെ, റെഡി? ഓൾ ഓഫ് യു റെഡി? ഒരാളുടെ വരാനുണ്ട്, പക്ഷെ വി ക്യാൻ സ്റ്റാർട്ട് ദ ഗെയിം. ഓക്കെ, ഇവിടെ 9 ബോക്സസ് ഉണ്ട്. ഋത്വി 1 2 3 എനി 1 നമ്പർ വിച്ച് യു ലൈക്ക്. ഇഷ്ടമുള്ള നമ്പർ 5. ഒരെണ്ണമല്ല 6. ഓക്കെ, 6 ബോക്സ് ഓപ്പൺ ചെയ്യണം. ഓടരുത്. പിന്നെ ലക്ഷ്മി ബോക്സ് ഓപ്പൺ ചെയ്തോളൂ. സിമ്പിൾ ആണ്. ഇതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നേ? ഏതെങ്കിലും ഒരു മ്യൂസിക് ഇടും, അതിൽ ഡാൻസ് കളിക്കാം. 1 2 3 4 പാട്ട് എണ്ണാൻ. എനിക്ക് നമ്പർ അറിയില്ല, ബാക്കി അറിയില്ല. ഓ, ബ്യൂട്ടിഫുൾ. ഓടരുത്, മ്യൂസിക് കളിക്കണം. Join your friends. Let's be friends. I'm dying to see how this one ends. Grab your passport and my hand. Okay, thank you. For a weekend. Next candidate. 1 2 2. Oh wow, she has selected 2. പതിനൊക്കെ തുറക്കുക. ബോക്സിന്റെ അകത്ത് ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. ആക്ട് ലൈക്ക് എ മങ്കി എന്നാണ് ആക്ടിവിറ്റിയില്. മങ്കി എങ്ങനെയാ? കൊരങ്ങൻ എങ്ങനെയാ? കൊരങ്ങൻ എങ്ങനെയാ? എങ്ങനെയാ? ചൊറിയുന്നു. എങ്ങനെയാ? Clap, clap, clap. Yes, the box is yours. അഭിനന്ദ് വാ. അഭിനന്ദ് ഒരു നമ്പർ ഏതാ? 1. Oh, you are the 1. ഈ ബോക്സ് അമ്മ തുറന്നേ. ബോക്സ് തുറക്കുക. അതിനകത്ത് ഒരു ആക്ടിവിറ്റി ഉണ്ട്. എന്തായിരിക്കണേ? പോയം അറിയാമോ? കുഞ്ഞു പോയം പാടണം എന്നാണ്.
ഒരു മ്യാവും കൂടെ വേണമെങ്കിൽ നോട്ടെ. Name of the color. 10 number. 10 colors ഉണ്ട്. അമ്മയ്ക്ക് ഒരു അടി കൊടുക്കും. Indigo, blue, green, yellow. Violet, indigo, blue, green, yellow, orange, red, pink. Black. Akhil is selected. Which are you going to select? 8 ആണ് അഖിൽ സെലക്ട് ചെയ്യുന്നത്. അമ്മലും ഒരാളൂടെ വേണം. ലാസ്റ്റ് വൺ. ഒന്നുമില്ല, സിമ്പിളാ. തമുക്കാം. Tell your mom's favorite order. Dialogue. Sorry. Dad's dialogue ആയാലും മതി, അമ്മയുടെ ഡയലോഗ്, അച്ഛന്റെ ഡയലോഗ്. ഫേവറേറ്റ്. ഈ പടകളുടെ കാര്യം പറഞ്ഞ അമ്മയുടെ ഫേവറേറ്റ് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ തൊട്ട് വാങ്ങേണ്ടി വരില്ലേ? ഒരു എഴുന്നേക്കണം. ആ തുടക്കം രാവിലെ ആ കേക്ക് എഴുന്നേക്കുന്ന, പിന്നെ കൊരങ്ങ ദോശ കഴിക്കണം രണ്ടാമത്തെ. ഇങ്ങനെ ഓരോ ടൈം സോണിൽ ഓരോ ഫേവറേറ്റ് ഡയലോഗ് ഉണ്ട്. അപ്പം അത് അമ്മയുടെ ഓക്കെ. ഇനി അടുത്ത അച്ഛൻ്റെ ഫേവറേറ്റ് ഡയലോഗ് ഞാൻ പറയാം. മക്കളെ, ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം ആയതുകൊണ്ട് ഞാൻ പറയല്ല. എന്നെ 2 ആർമികൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ ചെയ്യുന്നു. അപ്പൊ ഈ 2 ഡയലോഗ് ഈ ഗിഫ്റ്റ് എടുക്കാമല്ലോ. Amal, which number you want to take? 7. Open 7 box. Imagine that you are sitting on a chair and act as if you are sitting on a chair and scolding students. Imagine you are a teacher. Teacher ആണ്, ഇരിക്കുകയാണ്. ഇല്ല, അവിടെ ഇരിക്കുന്ന പോലെ ഇമാജിൻ ചെയ്താൽ മതി. അങ്ങനെ ശരിക്കും ഇനി ഇത് കുറച്ച് വലിയ ആൾക്കാരുടെ ആയതുകൊണ്ട് ഞാൻ മാറ്റി വെച്ച നമ്പർ. Act as if you are sitting on a chair and scolding students. എന്നെ അനിയത്തിയാക്കി. ഓക്കെ, താങ്ക് യു. ആളുടെ നമ്പർ 9. ആര് വരും? നിന്റെ പാക്കറ്റ് എടുത്തില്ല. പാട്ടുകാർ റെഡി ആയിക്കോ. ലേഖമായി ഒരു ബലൂൺ വേണമായിരുന്നു. ഷാരി ഒരു ബലൂൺ. അല്ല, ഇമാജിൻ വേണ്ട, വേണമെങ്കിൽ ബലൂൺ വീർപ്പിച്ചോ. യു ആർ ഗിവൺ എ ബലൂൺ. ബ്ലോ എ ബലൂൺ. ഈസിയാണ്. ബ്ലോ എ ബലൂൺ. ചേച്ചി ബലൂൺ പൊട്ടിക്കാൻ പോവാ. ഊതി പൊട്ടിക്കും. പറ്റുന്നില്ലേ?
അല്ലെങ്കിൽ ഞാൻ പൊട്ടിക്കാം. പൊട്ടുന്നില്ല. പോട്ടെ, സാരമില്ല, പൊട്ടുന്നില്ല. Look at that face, you look like my next mistake. Love's a game, wanna play? Hey. New money, suit and tie, I can read you like a magazine. Ain't it funny, rumors fly, and I know you heard about me. So hey, let's be friends, I'm dying to see how this one ends. Grab your passport and my hand, I can make the bad guys good for a weekend. So it's gonna be forever, or it's gonna go down in flames. You can tell me when it's over, if the high was worth the pain. But along those perfect lovers, they'll tell you I'm insane. 'Cause you know you love the players, and you love the game. 'Cause we're young and we're reckless, we'll take this way too far. Either leave you breathless, or with a nasty scar. But along those perfect lovers, they'll tell you I'm insane. But I've got a blank space, baby, and I'll write your name. എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു, എന്റെ പാടത്ത് സ്വപ്നം വിതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു, എന്റെ പാടത്ത് സ്വപ്നം വിതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. പകൽ വാഴും തമ്പിരാൻ വന്ന് പൊന്നും വെയിൽ കുട നീർത്തുമ്പോൾ, പകൽ വാഴും തമ്പിരാൻ വന്ന് പൊന്നിൻ വെയിൽ കുട നീർത്തുമ്പോൾ, കിളിയാട്ടാൻ ഏനിറങ്ങി കിലുകിലെ കിലുകിലെ വളകിലുങ്ങി, കയ്യിൽ കിലുകിലെ കിലുകിലെ വളകിലുങ്ങി. ഹൈ ഹൈ താരതിന്ദൈ താരതിന്ദൈ താനനാ, താരതിന്ദൈ താരതിന്ദൈ താനനാ. എല്ലാരും പാടത്ത് സ്വർണം വിതച്ചു, എന്റെ പാടത്ത് സ്വപ്നം വിതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. കരൾ വാഴും തമ്പിരാൻ വന്ന് കന്നിക്കതിർ കുടം കൊയ്യുമ്പോൾ, കരൾ വാഴും തമ്പിരാൻ വന്ന് കന്നിക്കതിർ കുടം കൊയ്യുമ്പോൾ, കുയിൽ പാടി കുരുവി പാടി കൊയ്താലും കൊയ്താലും തീരൂല, പാടം കൊയ്താലും കൊയ്താലും തീരൂല. കൊയ്താരതിന്ദൈ താരതിന്ദൈ താനനാ, കൊയ്താരതിന്ദൈ താരതിന്ദൈ താനനാ. എല്ലാരും പാടത്തു സ്വർണം വിതച്ചു, എന്റെ പാടത്ത് സ്വപ്നം വിതച്ചു. സ്വർണം വിളഞ്ഞതും നൂറുമേനി, സ്വപ്നം വിളഞ്ഞതും നൂറുമേനി. നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ,
കിളിയായി കുറുകാം താരത്തുകൾ മെനയാം നനയാം നീരാടിയാടും നിറസന്ധ്യയിൽ മണ്ണുലഞ്ഞ മലർ പോലെ മാനിലാവിനിതൾ പോലെ നെഞ്ചിനുള്ളിൽ ഒരു മോഹം അതിന്റെ നീലലയഭാവം കുങ്കുമമേഘം കുളിർ പോലും ഒരു മഞ്ഞള പോലെയുലാ
ஒரு மூலையில் சேலை கட்டி ஆளானா மனநீ வந்தாய வந்தகாலே அமங்கோ அமங்கோ It was a spectacular performance by Murli Maman and Parukutti. So it was a good performance. ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യണം. चाहे तुम कुछ ना कहो मैंने सुन लिया कि साथी प्यार का मुझे चुन लिया मैंने सुन लिया नया प्यार है नया इंतजार कर लूं मैं क्या अपना ये दिले बेकरार मेरे दिले बेकरार तू ही बता पहला नशा पहला धुआं उड़ता ही फिरूं इन हवाओं में कहीं या मैं झूल जाऊं इन घटाओं में कहीं उड़ता ही फिरूं इन हवाओं में कहीं या मैं झूल जाऊं इन घटाओं में कहीं एक कर दूं आसमान कहीं कहो यारो क्या करूं क्या नहीं पहला नशा पहला धुआं नया प्यार है नया इंतजार कर लूं मैं क्या अपना हाल ए दिले बेकरार मेरे दिले बेकरार तू ही बता पहला नशा पहला धुआं कुछ ऐसे ढंग से सपने दे गए वो हजारों रंग के उसने बात की कुछ ऐसे ढंग से सपने दे गए वो हजारों रंग के
नशा पहला कुआं नया प्यार है नया इंतजार कर लूं मैं क्या अपना हाल ये दिल बेकरार मेरे दिल बेकरार तू ही बता താങ്ക് യു ഒരു ക്ലാപ്പ് ഒക്കെ അടിക്കരുത്. കാതശ്യാമസന്ധ്യാഹൃദയം നിറയെ ഉഴങ്ങി മഴവിൽ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം ഉഴങ്ങി മഴവിൽ മാണിക്യവീണ ഘനശ്യാമസന്ധ്യാഹൃദയം നീരാഞ്ജന സമരുചിരം നിരവധ്യമീ നടനവിലാസം പകലുമിരവും പകരും വരും തരുമേളം ഘനശ്യാമസന്ധ്യ ഹൃദയം ഘനശ്യാമസന്ധ്യ ഹൃദയം മഴവിൽ മാണിക്യവീണ ഘനശ്യാമസന്ധ്യ വസന്തമിവഴിയേ വന്നു വനജോർച്ച കൈകുമ്പിൾ നീട്ടി വസന്തങ്ങളീ വഴിയേ വന്നു വനജോർച്ച കൈകുമ്പിൾ നീട്ടി മകരന്ദബിന്ദുമയനീ ഘനശ്യാമസന്ധ്യ ഹൃദയം ഘനശ്യാമസന്ധ്യ Starts now. തട്ടി തട്ടി കൈ പിടിക്കാൻ പറ്റില്ല. Okay, let's start. Start it. Come on, Rajamaman, come on, you should win. Come on, Rajamaman, come on. You can do it. You can do it. You can do it. Yeah, Rajamaman, super, great. Hey, wait, we have a prize for you. Okay, start. Come on. Come on. താഴെ വീഴാതെ പതുക്കെ കളിക്കുക. പതുക്കെ കളിക്കുക. Come on. Oh, great. എന്താ ടൈ അപ്പ് ആണോ? ടൈ ആണോ? രണ്ടുപേരും കളിച്ചോ?
Very nice. Kamal, Sidhu is going to rock. Start. കമന്നൊന്നും കിടക്കണ്ട, പതുക്കെ ചെയ്യും. താഴെ വീണു. സിദ്ധു. ഓ, താഴെ വീഴാതെ നമ്മൾ കളിക്കണം, അതാണ്. സ്റ്റാർട്ട്. റെഡി, സ്റ്റാർട്ട്. ലാസ്റ്റ് ഗെയിം കളിക്കാനായിട്ട് കോമ്പറ്റീറ്റേഴ്സ് മഹേഷ് ആൻഡ് സ്മിതോ. 3, 2, 1 സ്റ്റാർട്ട്. മഹേഷ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. चांद से के देखा है कहीं मेरे यार सा हंसी. चांद ने कहा चांदनी कसम नहीं नहीं नहीं. मैंने पूछा चांद से के देखा है कहीं मेरे यार सा हंसी. चांद ने कहा चांदनी की कसम नहीं नहीं नहीं. मैंने पूछा चांद
आगे उड़ते फाकिरे अखियों में आजा साथी रे रारी रारो ओ रारी रो रारी रारो ओ रारी रो सुरमई अखियों में नन्ना मुन्ना एक सपना दे जा रे सपना दे जा मुझको कोई अपना दे जा अनजाना सा मगर कुछ पहचाना सा हल्का फुल्का शबनमी रेशम से भी अखियों में नन्ना मुन्ना एक सपना दे जा रे आगे उड़ते फाकिरे अखियों में आजा साथी रे रारी रारो ओ रारी रो रारी रारो ओ रारी रो पर जाने वाले नींद का रस बरसाने वाले इतना कर दे कि मेरी आंखें भर दे आंखों में बसता रहे सपना ये हंसता रहे सुरमई अखियों में नन्ना मुन्ना एक सपना दे जा रे दिया के उड़ते फाकिरे अखियों में आजा साथी रे रारी रारो ओ रारी रो 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 चलो वेकअप वेकअप പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ പാടുക
साथ ना छोड़ेंगे सारी जिंदगी दोस्ती हम नहीं तोड़ेंगे हम मगर तेरा साथ ना छोड़ेंगे ये दोस्ती हम मगर तोड़ेंगे हम मगर तेरा साथ ना तोड़ेंगे ഞങ്ങൾ ചണ്ട കണ്ടണ്ടാ മാനമേ ഒരു രാഗമേ ഒരു രാഗമേഘം ഒരു കാനഴിയ പൂമാനമേ ഒരു മേഘമേഘം കരളിലെഴും ഒരു മൗനം കസവണിയും ലജമൗനം സ്വരങ്ങൾ പാർക്കുമ്പോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ഒരു രാഗമേഘം
ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കരഞ്ഞു കരഞ്ഞു കരൻ തളർന്നു ഞാൻ ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞുണർത്തിയ കരിങ്കടലേ. കരിങ്കടലേ കനിവാർന്നു നീ തന്ന കനകതാമ്പാളത്തിൽ കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. കണ്ണുനീർ ചിപ്പികളോ നിറച്ചിരുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ. ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. Yo, raise up the rock, line it up to the beat. Come on, Jalva. Give it to me, Jalva. Give it to me, Jalva. Gorgeous with attitude, in every attitude. Miss hot, bully, come on, baby, do your duty work. जिस्मों का है ये जलवा, किस्मों का है ये जलवा. शोहरत भी दे ये जलवा, मकसद भी दे ये जलवा. Tell 'em like it is. I can't hear it. दिलकश लगे ये जलवा, मैं कश लगे ये
जलवा नशा ही नशा ये जलवा मजा ही मजा नशा ही नशा Pull it up जलवा आग सी रवानियां yo I know a lot of yo didn't expect it लेती गया दुनिया yo I'm the hottest girl around ये चला रे दिलों में किनारियां ये जलवा फैशन का है ये जलवा ये जलवा फैशन का है ये जलवा फैशन का है ये जलवा फैशन का है ये जलवा she got the styling in her not even smiling in her she got the styling in her Shake it all over again. Keep swinging in time. By my side as the music is soaring. Go charting and roaring. Dancing I'll smile, I know what it takes to fool this town. I'll do it till the sun goes down and all through the night time. Oh yeah, I'll tell you what you wanna hear. Keep my sunglasses on while I shed a tear. It's never the right time. Yeah. I'm gonna lay you on so you are strong. I'm gonna lay you on so you Unstoppable today. Only alone I will cry out now. You'll never see what's hiding out deep down. Yeah, I know I've heard that to let you feel and show is the only way to make friendships grow, but I'm too afraid now. Yeah, I'm gonna lay you down so you are strong. I'm gonna lay you down so you I'm unstoppable. I'm a butcher with no breaks. I'm invincible. The I win every single game. I'm so powerful. I don't need batteries to play. I'm so confident. Yeah, I'm unstoppable today. Unstoppable today. Unstoppable today. Unstoppable today. हुस्न तेरा तौबा 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 സീനിയേഴ്സ് ഓഫ് RVP എല്ലാവരും വരണം. അച്ഛൻ മുതൽ തുടങ്ങുന്നു. അച്ഛൻ കഴിഞ്ഞ് ശശിമാമൻ,
കുഞ്ഞുമ്മ എല്ലാവരും ലൈനിൽ വന്ന് നിന്നോ. ഓക്കെ, ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. മായ കുഞ്ഞമ്മ, രാജമാമൻ, പ്രസാമാമൻ, മുരളിമാമൻ. The token of love from our കൊച്ചുമക്കൾ. Clap for us and for them too. മുരളിമാമൻ. Sorry. Okay. പരിപാടി തീരാറായി. ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും. അപ്പം പോകുന്നതിന് മുമ്പ് നമ്മൾ സന്തോഷത്തോടെ പിരിയണം. എല്ലാവരും സന്തോഷത്തോടെ ഈ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നത്തെ എല്ലാ ആക്ടിവിറ്റീസും ഡാൻസും പാട്ടും എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇത്രയും സമയം നമ്മൾ ഒരുമിച്ച് ചെലവഴിച്ചതിന് ഈ എല്ലാ പരിപാടികളും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയതും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. സോ താങ്ക്സ് ടു ഓൾ ഈച്ച് ഓഫ് യു. അതുകൊണ്ട് ഓരോ കൊച്ചുമക്കൾക്കും ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളും ഞാനും എൻ്റെ കൊച്ചുമക്കളും എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ഇറ്റ് വാസ് എ വെരി ഗുഡ് പ്രോഗ്രാം ആൻഡ് ഇറ്റ് ഇസ് റിയലി നമ്മളിത് എപ്പോഴും ഓർത്തിരിക്കും. ഇറ്റ്സ് എ മെമ്മറബിൾ ഈവൻ്റ് ആയിട്ട് മാറും ഇത്. ഇതിലും അടുത്ത പരിപാടി ഇതിലും ഗംഭീരമാക്കണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതുകൊണ്ട് വി വിൽ ബി ഡൂയിങ് ഇറ്റ് നെക്സ്റ്റ് ടൈം. ഇതിലും അടിപൊളി. ബിക്കോസ് ഇത് ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് സർപ്രൈസ് ഈവൻറ്റ് വെച്ചത് ഒരു റിഹേഴ്സലും ഇല്ലാതെ ഇപ്പം നമ്മൾ വാഷ്റൂമിൽ മാത്രം ഡിസ്കസ് ചെയ്തിട്ട് വന്ന് ചെയ്തതാണ്. സോ അതിന് ഞങ്ങൾക്കൊരു താങ്ക്സ് എല്ലാവർക്കും പറയാം അല്ലേ? വി ഡിസേർവ് എ താങ്ക്സ് ബിക്കോസ് ഇത്രയും ടൈം കൊണ്ട് നമ്മൾ ഒരുപാട് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് കുട്ടികളെയൊക്കെ ഇത്രയും കുഞ്ഞു കുഞ്ഞു മണികളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് സ്റ്റേജിൽ പാടാണ്. അതും അമ്മമാർക്കും താങ്ക്സ് അവരെയൊക്കെ ഒരുക്കി കൊണ്ടുവരുന്നതിന്. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഇവൻറ്റ്. ഐ എം റിയലി ഹാപ്പി ദറ്റ് ഇന്നത്തെ ഇവൻറ്റ് നല്ല ഭംഗിയായിട്ട് നടന്നു. സോ താങ്ക്സ് ഫ്രം കൊച്ചുമക്കൾ. പിന്നെ സീനിയേഴ്സായിട്ട് ആർക്കെങ്കിലും വന്ന് മുരളി മാമൻ can come and say few words of vote of thanks and Rajamaman. Both of us. എല്ലാവരും vote of thanks പറയാം. ആർക്കൊക്കെ പറഞ്ഞു പറയാം, കുഴപ്പമില്ല. ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവരും ഇവിടെയാണോ? ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ നമ്മുടെ ഫസ്റ്റ് കുടുംബം മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മീറ്റിങ്ങിന് മുമ്പ് നമ്മുടെ ചുമതല നമ്മുടെ അടുത്ത തലമുറ സെക്കൻഡ് ജനറേഷൻ ഏറ്റെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. അവർ ശരിക്കും എഫേർട്ട് ചെയ്ത്. കാരണം ഇപ്പോൾ നേരത്തെ സ്മിത പറഞ്ഞ പോലെ വാഷ്റൂമിൻ്റെ ബാക്കിൽ നിന്നാണ് റിഹേഴ്സൽ നടത്തിയത്. പക്ഷെ അതുപോലെ
ഇനി അടുത്ത വർഷം 1 മാസം മുമ്പേ നിങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വളരെ പ്രൊഫഷണലായിട്ട് പ്രോഗ്രാം നടത്തണം. ചെയ്തു ഇത് പോരാ, കുറച്ച് ഇനി വാഷ്റൂമിന് മുമ്പിൽ റിഹേഴ്സൽ പാടില്ല. നിങ്ങൾ 2 ദിവസം മുമ്പ് നാട്ടിൽ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ വെച്ച് തലേന്ന് ഒരു 24 hours മുമ്പ് വന്നിട്ട് ഒരു നിങ്ങൾ റിഹേഴ്സലൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടെ ഇപ്പോൾ എന്ന് പറഞ്ഞത് മോശമൊന്നുമില്ല, വളരെ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്തു. പ്രത്യേകിച്ചും കുഞ്ഞു കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് പറ്റാൻ അമ്മമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമുക്കറിയാം. പക്ഷേ നിങ്ങളതൊക്കെ ഓവർകം ചെയ്ത് നല്ലവണ്ണം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ സീനിയേഴ്സിന് നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ എല്ലാം നിങ്ങളുടെ ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ എന്താണ് സമ്പത്ത് കൂടുന്നതിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്നേഹബന്ധങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ. ബാങ്ക് ബാലൻസിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ സ്നേഹ ബാലൻസാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ആ സന്തോഷവും സ്നേഹവും ബഹുമാനവും ഈ കൂടിച്ചേരാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഉണ്ട്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അതെല്ലാം മാറ്റി വെച്ച് ഇതിനു വേണ്ടി ഇപ്പോൾ രാജേഷ് ഇതിനു വേണ്ടി മാത്രം ബോംബെയിൽ നിന്ന് വന്നു. അപ്പോൾ അതൊക്കെ ഒരു സത്യം പറഞ്ഞ് വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഇവിടുത്തെ പെർഫോമൻസ് മോശമാണെങ്കിലും അതിനേക്കാൾ നല്ല പെർഫോമൻസ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ടാണ് നിങ്ങളിവിടെ വന്നത്. അപ്പോൾ സീനിയേഴ്സിന് വകയായിട്ട് സുമാരൻ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും വേണ്ടി ഈ നമ്മുടെ ഈ എന്താണ് കൊച്ചു മക്കൾ എന്ന കുടുംബാംഗത്തിന് നല്ലൊരു നമ്മുടെ കൊച്ചുമക്കൾ അതിനേക്കാൾ ഗ്രാൻഡ് ചിൽഡ്രൻ ഈ നാല് പിള്ളേർ ഇനി അടുത്ത തലമുറ ഇത് കണ്ട് അവരെ വളർന്നു വരും. ഇത് കണ്ട് അവരെ ഇനി അപ്പോഴത്തേക്ക് നമ്മളിവിടെ കാണും, നമുക്ക് ഗ്യാരണ്ടി ഇല്ല. എന്നിരുന്നാലും ഇത് തുടർന്നു കൊണ്ടുപോവുക, കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വർഷം എനിക്കൊരു സജഷൻ കൂടി ഈ സമയത്ത് പറയാനുണ്ട്. കഴിയുന്നത് നമ്മുടെ അടുത്ത ജസ്റ്റ് ഫാമിലി കൂടെ ഇതിൽ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിച്ചുള്ള അവിടുത്തെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരെയും കൂടെ പങ്കെടുപ്പിക്കുക. അവർക്ക് വരാൻ പറ്റുന്നവർക്ക് അവർ ശാരീരിക വളരെ മോശമാണ്, ആരോഗ്യസ്ഥിതിയുള്ള അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റിനുള്ള തയ്യാറെടുപ്പ്. നമ്മുടെ മുമ്പുള്ള ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലുള്ളവരുടെ ഇപ്പം മരുമക്കൾ എന്നില്ല, അവരുടെ അച്ഛനമ്മമാരുള്ളവർ ആരൊക്കെ ഉണ്ട് അവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അവരെയും കൂടെ ഉൾക്കൊണ്ടിച്ച് സുമാർ നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ ചേർത്തല ഫാമിലി ഇതുപോലെ കൂടാൻ പോകുന്നു. അത് നല്ല സന്തോഷമാണ്. ഇങ്ങനെ എല്ലാ ഫാമിലിയിലും ഇതുപോലെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടായിട്ട് 5 കൊല്ലം കൂടുമ്പോൾ ഈ എല്ലാ കുടുംബങ്ങളോട് ഒരുമിച്ചൊന്ന് കൂടുക. അത് വളരെ സന്തോഷം. കാരണം എല്ലാവർക്കും തമ്മിൽ ഇടപെടാൻ സാധിക്കും ഗ്രാൻഡ് ഇവൻ്റായിട്ട്. അപ്പോഴൊക്കെ നമ്മളുണ്ടാവുമെന്ന് അറിയില്ല. അതിങ്ങനെ മൾട്ടിപ്പിൾ ചെയ്ത് പോട്ടെ. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അഭിപ്രായം, നമ്മുടെ കൂടുമ്പോൾ ഇമ്പം അങ്ങ് ചുരുങ്ങിപ്പോയില്ല, മക്കളുടെ എണ്ണം കൂടണം. ഇനിയുള്ള മക്കളുടെ എണ്ണം കൂടി വരണം. 1-ലും 2-ലും നിർത്തരുതാരും. നീ അടുത്ത തലമുറയെ ഇതിൽ 1-ലും 2-ലും നിർത്തില്ല, ഒരു 6 ഡസൻ കുറഞ്ഞത് അതെങ്കിലും വേണം. അമൽ, അഖിൽ, അർജുൻ, അടുത്ത കുടുംബം 2 ഈ ലവകുശന്മാർ അവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ 2-3-ലും നീക്കല് മിനിമം 1 ഡസൻ. പാറു, നമ്മുടെ കൊച്ചു പാറു, അടുത്ത തലമുറയൊക്കെ മിനിമം 3, മാക്സിമം 6. അത് കുറയ്ക്കാൻ പറ്റത്തില്ലേ? അതാ ശരി, മാക്സിമം എത്രയാവാം? മിനിമം 3 വേണം. അപ്പോൾ ഇനി സമയം നീട്ടുന്നില്ല. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജ് അറേഞ്ച് ചെയ്യുന്ന ഇവിടുത്തെ ആൾ സീസൺസിൻ്റെ സ്റ്റാഫിനും മെമ്പേഴ്സിനും, അതോടൊപ്പം നമ്മുടെ ഇവൻ്റ് തുടങ്ങി തീരുന്നവരെ നമ്മുടെ ക്യാമറാമാൻ പേരെങ്ങനെയായിരുന്നു? മിസ്റ്റർ അനിൽ വലിയൊരു അപ്ലാസ് കൊടുക്കാം. മുരളിയുടെ നമ്മുടെ മിശ്വ മുരളിയുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്താണ്. അപ്പം അദ്ദേഹം നമ്മുടെ 24 hours നമ്മുടെ ഈ പ്രോഗ്രാം ആദ്യം മുതൽ നമ്മുടെ എല്ലാത്തിനും വളരെ കൂടുതലായിട്ട് കോപ്പറേറ്റ് ചെയ്തു, മീഡിയ കവറേജ് ചെയ്തു. അതിലേറ്റവും ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാലോ പെർഫെക്ഷൻ ചെയ്ത ജോലി കിട്ടിയില്ല, ഓഡിയോ കിട്ടിയില്ല, 2ാമത് വീണ്ടും റീടേക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അത് ഞാൻ പ്രത്യേകം വിശ്വാസം. കാരണം ആ പ്രൊഫഷണൽ ഇത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചാൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വേണ്ട ആടി, അപ്പോൾ ആടി ഇതോടെ മാച്ച് ചെയ്ത് ഈ ആടി തന്നെ വേണം. അതിൻ്റെ പേരിൽ 1000 കൂടിയാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കൂടുതൽ നമ്മുടെ സൗണ്ട് ആൻഡ് എഫക്ട്സിന് വേണ്ടി അഖിൽ, അമൽ, പിന്നെ പാർവതി, ലക്ഷ്മി, സ്മിത, സ്മിത, മമത, പിന്നെ സാരിക, അഖിൽ, അമൽ. അപ്പം അമലിന് ഡിസ്കോ ഡാൻസ് അവസാനം കഞ്ഞാമിച്ച് കൈകാലം ഒടിഞ്ഞ് വീഴുന്നു. അവൻ സ്റ്റേജിൽ 2 കാലം പൊക്കി ഇരിക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ടായിരുന്നു. അതായിരുന്നു. പിന്നെ ഫാഷൻ ബേഡ് എന്ന ലേഡീസ് കൊച്ചു 2 കുട്ടികൾ അവനെ കൊണ്ട് കളിപ്പിച്ച് സ്റ്റേജ് പെർഫോമൻസ് വളരെ നന്നായിരുന്നു. ഈ പാട്ട് ഇതുവരെ പാടാതെ
അങ്ങനെ ഗൾഫ് കൺട്രീസ് വെറും നഹി നഹി പറയാൻ വേണ്ടി മാത്രം ഇവിടെ ലാൻഡ് ചെയ്തു. അതുകൊണ്ടാണ് ഞാനൊരു നഹി ഇവിടെ ഹെൽപ്പ് ചെയ്തത് അതിന് വേണ്ടി. പിന്നെ ശാരീരികമായിട്ട് ആരോഗ്യ കുറവുണ്ടെങ്കിൽ സുകുമാരൻ ചേട്ടനൊക്കെ കാണിച്ച മനസ്സിന് നമ്മുടെ ഈ കുടുംബാംഗത്തെ ഏറ്റവും സീനിയർ എന്ന അംഗത്തിന് പ്രത്യേകം ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, സ്നേഹം, ബഹുമാനം എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്നു. എങ്ങനെ നിങ്ങൾ ആക്റ്റീവായിട്ട് വളരെ ഫിസിക്കലായിട്ടൊക്കെ സ്മിതയ്ക്ക് അറിയാം, നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാജിജിയുടെ പ്രത്യേക അനൗൺസ്മെൻറ്റ് പറയാൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. മാജിജി എന്നെ അനൗൺസ് ചെയ്യുക പ്ലീസ്. മാജിജി നാളത്തെ ഇവൻസിന് മാജിജി എന്നെ നേരിട്ട് നിങ്ങൾ അനൗൺസ് ചെയ്യുന്നു. നാളെ നമുക്കൊരു ഫംഗ്ഷനുണ്ട്, ഒരു സെറമണി. അതിന് നിങ്ങളെല്ലാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാജിജി ക്ഷണിച്ചുകൊള്ളുന്നു. നാളെ എൻ്റെ ചേട്ടൻ്റെ 3ാമത്തെ ആണ്ടാണ്. വീട്ടിലൊരു സദ്യയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാരെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സുകുമാരൻ ചേട്ടനും മക്കളും വരണം, ഒരു കാരണവശാലും വരാതിരിക്കരുത്. ഗിരിജയെ പ്രത്യേകം ഞാൻ ക്ഷണിക്കുന്നു. ഗിരിജയാണ് ഒളിച്ചോടി പോകുന്ന ആൾ. ശോഭയും ശശിനും എല്ലാവരെയും ഞാൻ പ്രത്യേകം വിളിച്ചിരിക്കുന്നു. നാളെ നമ്മുടെ അരുൺ അവധി ഉണ്ടെങ്കിൽ അരുണും കൂടെ പോരണം. എല്ലാവരും വരാൻ വേണ്ടി ഞാൻ പറയുന്നു. എല്ലാവരും വരണം, ഒരു കാരണവശാലും വരാതിരിക്കരുത്. രാവിലെ അങ്ങ് വരിക. ഓക്കെ, നന്ദി, നമസ്കാരം. ഇതിനോടൊപ്പം അനിലിനെ കൂടെ നാളെ വിളിക്കുന്നു, വന്നാൽ വരിക. ഓക്കെ. കുടുംബ വിഭത്തിൻ്റെ സെക്കൻഡ് പ്രോഗ്രാം വാസ് വെരി സക്സസ്ഫുൾ. കാരണം വളരെ ഷോർട്ട് നോട്ടീസിൽ ഇത്രയും രീതിയിൽ ഓർഗനൈസ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടും ഒരു മടുപ്പും കൂടാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നല്ല രീതിയിൽ കാഴ്ചവെച്ച് ഇതിനെ സമരത്തിന് എൻ്റെ അകമഴിഞ്ഞ ആശംസകൾ കൊടുക്കും. ഇതിനു വേണ്ടി ശ്രമിച്ച ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്കൊക്കെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ദേ ഡിസേർവ് മച്ച് അപ്രീസിയേഷൻ ഇൻ ദിസ് മിനിറ്റ്. അടുത്ത സംഗമത്തിന് വേണ്ടിയുള്ള സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സുദിനം കാത്തിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. യെസ്, കുടുംബ ബിംബത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഇന്ന് അവസാനിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കൂടിയപ്പോൾ ഇതുപോലെ 2ാമത്തെ ഇവൻ്റ് നേരത്തെ കൂടണം തീരുമാനിച്ചെങ്കിലും മറ്റേ നമ്മുടെ കുട്ടികളുടെ സൗകര്യാർത്ഥം ഒരു 16 മാസം നീണ്ടുപോയി. എന്നിരുന്നാലും ആ 4 മാസം അധികമായെങ്കിലും നമ്മുടെ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ലപ്പുറം നമ്മുടെ കൊച്ചുമക്കൾ ഈ പ്രോഗ്രാമിന് വേണ്ടി ശരിക്കും സമയവും സമ്പത്തും അവർ എഫർട്ട് ചെയ്ത് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തിയതിൽ ഞങ്ങൾ സീനിയേഴ്സും അതോടൊപ്പം ബാക്കിയുള്ള എല്ലാ കൊച്ചുമക്കളും വളരെ ഹാപ്പിയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം, സമാധാനം, ഈശ്വരൻ്റെ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാനും എൻ്റെ കസിൻസും എല്ലാവരും കൂടെ ചേർന്ന് ഇത്രയും കുറേ പ്ലാൻ ചെയ്തു. ലാസ്റ്റ് ഒരു 2-3 ആഴ്ചയായിട്ട് വി ആർ സോ എക്സൈറ്റഡ്. ഇത് നല്ലൊരു ഈവൻ്റായി മാറിയത്. ആൻഡ് വി ആർ സോ ഹാപ്പി. ഞങ്ങളുടെ പേരൻസ്, ഞങ്ങളുടെ അങ്കിൾസ്, ആൻറ്റീസ്, ദേ ആർ ഓൾ വെരി ഹാപ്പി. ഇതിൽ വി ജസ്റ്റ് വോണ്ട് ടു മേക്ക് ഇറ്റ് ബിഗർ നെക്സ്റ്റ് ടൈം. ഇതിലും വലിയൊരു ഈവൻറ്റ് നെക്സ്റ്റ് ടൈമിലേക്ക് ഞങ്ങൾ എന്തായാലും പ്ലാൻ ചെയ്യും. താങ്ക് യു സോ മച്ച്. കുടുംബിംബം 2 അതിന്ന് വളരെ ഗംഭീരമായിട്ട് നടന്നു. ഫസ്റ്റിനെക്കാട്ടി വളരെ ഗംഭീരമായിട്ട് നടന്നു. ഇതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ 3ാമത്തെ കുടുംബിംബം അടുത്ത 1 വർഷത്തിനുള്ളിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്ലാനിങ് ഇപ്പോൾ മുതലേ തുടങ്ങും. ഇനിയും അടുത്ത വർഷം ഇതിലും കൂടുതൽ പ്രോഗ്രാംസുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഇന്നത്തെ ദിവസം ആക്ച്വലി പോയത് അറിഞ്ഞില്ല. രാവിലെ മുതൽ ഇത്രയും പെട്ടെന്ന് 5 മണിയായി. ഇനി അല്ലെങ്കിൽ സമയം കിട്ടിയിരുന്നെങ്കിൽ ഇനി ആൾക്കാർ പ്രോഗ്രാംസ് നടത്തിയേനെ. അടുത്ത കുടുംബിംബത്തിനായിട്ടുള്ള കാത്തിരിക്കുകയാണ്. ഈ വീഡിയോസും ഇതുമെല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പ്രോഗ്രാംസ് ആണെങ്കിൽ കൂടെ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എല്ലാവർക്കും. അടുത്ത കുടുംബിംബം 3ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങുന്നു. കുടുംബിംബം 2.0 ഇത്രയും എനിക്ക് ആസ്വദിക്കാൻ ഇന്നത്തെ ദിവസം പറ്റി. പാട്ട്, ഡാൻസ്, പിന്നെ ഫൺ ഗെയിംസ്, ഇതൊക്കെ വളരെ ഷോർട്ട് പീരീഡിൽ നമ്മൾ റെഡിയാക്കിയതാണ്. എല്ലാവർക്കും സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ഫൺ ഗെയിംസൊക്കെ നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇമ്മീഡിയറ്റ് എഫക്റ്റിലാണ് നമ്മൾ പ്രൈസ് വാങ്ങിയതും ഞാൻ ഓടിപ്പോയതും അതൊക്കെ ചെയ്തതും സെറ്റ് ചെയ്യാൻ കുട്ടികൾക്കുള്ള ബോക്സസ് ഒക്കെ റെഡിയാക്കിയതും. സോ ഐ ഹോപ്പ് എവ്രിബഡി ഹാവ് എൻജോയ്ഡ് ദിസ് പ്രോഗ്രാം ടുഡേ. സോ ഇനിയും ഇതിലും ഭംഗിയായിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാം ചെയ്യണം. അതിൻ്റെ ആരംഭം നമ്മൾ ഇപ്പോഴേ തുടങ്ങും. സോ ദാറ്റ് ഈസ് ഹൗ വി ഹാവ് എൻജോയ്ഡ്. സോ താങ്ക്സ് ടു ഓൾ.
Kudumbam 2.0 was my first Kudumbam get together. So again, ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സ്ട്രഗ്ലിംഗ് വിത്ത് മലയാളം. എനിവേ ഐ ഹോപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ എവറി ഇയർ we conduct this and I am able to attend this in future. It was great having everybody around. ഒരേ സമയത്ത് എല്ലാവരെയും ഒറ്റയടിക്ക് കാണാൻ പറ്റുന്നതിൽ സന്തോഷം. So hopefully we keep improving this whole process every year. All the best. Thank you. കരുതില്ല, डॉन को पकड़ना मुश्किल है लेकिन महेश को पकड़ना नामुमकिन है. കുടുംബം 2 വളരെ വളരെ ഗംഭീരമായി നമ്മുടെ മക്കൾ നടത്തിയതിൽ ഒത്തിരി സന്തോഷം. ഇനി ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നു. നമസ്കാരം.